ഭഗവാൻ നേരെ യമുനാ നദിയിലേക്ക് വരുമ്പോ ഗോപികമാര് അവസ്ഥാംഭിപ്രത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര കർമ്മസിദ്ധയേവാസാം സുബോധ്യായ ദീപം ആരൂഹ്യതത്വരാഹ. ഭഗവാൻ നോക്കുമ്പോ ഒറ്റ ഗോപികമാർക്ക് വസ്ത്രമില്ല. വസ്ത്രരായിട്ട് അവരെല്ലാം യമുനാ നദിയിൽ കിടന്നങ്ങനെ ഉല്ലസിക്കുകയാണ്. എന്ത് ചെയ്തു? ആ ഗോപികമാര് യമുനാതീരത്ത് അഴിച്ചു വെച്ചതായ എല്ലാ വസ്ത്രങ്ങളും നല്ല മനോഹരമായിട്ട് അവിടെയുള്ള മരക്കൊമ്പിലെല്ലാം കെട്ടിയങ്ങ് തൂക്കി, തോരണം പോലെ തൂക്കിയിട്ട് എന്ത് ചെയ്തു? സുന്ദരമായിട്ടൊരു നിലക്കടമ്പിന്റെ മുകളിൽ കയറിയിരുന്നങ്ങനെ ഓടക്കൊള്ളി വിളിച്ചു. ഭഗവാന്റെ ഓടക്കൊള്ളി വിളിക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ നമ്മള് ഗർഭഹരണത്തിന് മുമ്പ് ഗാനനിരൂപണം വായിച്ചല്ലോ. ഭഗവാൻ ഒരു പ്രത്യേക രീതിയിൽ ഓടക്കൊള്ളി വിളിച്ചാൽ ഗോപൻകുട്ടികൾ ഓടി വരും. വേറൊരു രീതിയിൽ ഓടക്കൊള്ളി വിളിച്ചാൽ ഗോപന്മാര് വരും. വേറൊരു രീതിയിൽ വിളിച്ചാൽ പശുക്കൾ ഓടി വരും. ഭഗവതിസ്വാമിക്ക് പ്രത്യേകം, യശോദാമയ്ക്ക് പ്രത്യേകം, ഗോപികമാർക്ക് പ്രത്യേകം. ഭഗവാന്റെ ഓടക്കൊള്ളി വിളി കേട്ടാൽ അറിയാം ഞങ്ങളെയാണ് കൃഷ്ണൻ അന്വേഷിക്കുക. അപ്പൊ അവർ ഓടി വരും. അപ്പൊ ഗോപികമാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാട്ടങ്ങ് വായിച്ചു ഭഗവാൻ. ഇത് കേട്ട മാത്രയില് കൃഷ്ണൻ വന്നിരിക്കുന്നു, കൃഷ്ണൻ വന്നിരിക്കുന്നു, കൃഷ്ണൻ വന്നിരിക്കുന്നു. കൃഷ്ണൻ ഭക്തമായിട്ട് വരണമെന്നാണല്ലോ വിചാരം. അങ്ങനെയില്ല, ഭഗവാൻ വന്നു എന്നറിഞ്ഞപ്പോ ഭഗവാനെ കാണാനുള്ള ത്വരയോട് കൂടി ഗോപികമാരെല്ലാം കരക്കോട്ട് കയറാൻ നോക്കിയപ്പോ ഒറ്റ തുണിയടങ്ങുമില്ല. അഴിച്ചു വെച്ച തുണിയൊന്നും അവിടെ ഇല്ല. അയ്യോ, തുണിയോടെ പോയി ആര് കൊണ്ടുപോയി ഒറ്റത്ത് വിളിച്ചു ചോദിക്കാനും നിവൃത്തിയില്ലല്ലോ. തുണിയെവിടെയെന്ന് ഗോപികമാരങ്ങനെ പരസ്പരം വിഷമിക്കുമ്പോഴാണ് ഭഗവാൻ ചോദിച്ചു, ഗോപികമാരെ ഇതാ ഈ തൂങ്ങിക്കിടക്കുന്നതൊക്കെയാണോ നിങ്ങളുടെ വസ്ത്രങ്ങൾ? നോക്കുമ്പോ സർവത്ര മരക്കൊമ്പിലും ഈ തുണിയെല്ലാം കെട്ടിത്തൂക്കിട്ടിരിക്കുക. കൃഷ്ണ, ഇതെല്ലാം ഞങ്ങളുടെ വസ്ത്രമാണല്ലോ, എന്ത് തരൂ, ഞങ്ങൾ കയറി വരാം. ഭഗസൻപാലേ പരിഹാസമുവാച. ഭഗവാൻ ചോദിച്ചു, എന്തിനാ വന്ന ഗോപികമാരെ? അത് ഞങ്ങള് കാർത്യായനി വ്രതം എടുക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ കാർത്യായനി വ്രതം എടുക്കാൻ വന്ന നിങ്ങളെല്ലാം കൂടി ഈ വിവസ്ത്രരായി ഇങ്ങനെ വെള്ളത്തിലിടന്ന് കുളിച്ചാൽ ശരിയാവുമോ? അയ്യോ കൃഷ്ണ, ഞങ്ങള് ശരീരത്തിന്റെ താപം മാറ്റാൻ വെള്ളത്തിൽ ഇറങ്ങിയതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കരയ്ക്ക് കയറിക്കോളൂ, വരാൻ പാകത്തിലല്ലോ നിൽപ്പ്. ഗോപികമാര് പിന്നെ ഭഗവാനെ പ്രലോഭിക്കാൻ തുടങ്ങി. കൃഷ്ണ, ഞങ്ങൾ നിനക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം, അടയുണ്ടാക്കി തരാം, പാൽപ്പായസം ഉണ്ടാക്കി തരാം, പാലട ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വസ്ത്രം വേണോ? കയറി വരൂ. മനോഭയം നന്ദഗോപസുതം പ്രിയം ഗോപികമാര് പറഞ്ഞു, രാമസുന്ദരാദേദാസ്യകരകാമതബോധിതം ദേഹി ധർമ്മജ്ഞനോജേരാജ്ഞോ. രാമസുന്ദര എന്നൊക്കെ വിളിച്ചു ഭഗവാനെ. രാമസുന്ദരൻ എന്ന് പറഞ്ഞിട്ടൊരു കവിതാ സമാഹാരം ഓട്ടൂർ നെമ്പരിപ്പാട് പരമഭാഗവതനായ ഓട്ടൂരിൻ്റെ കുറേ കവിതകളും പുസ്തകങ്ങളൊക്കെ ചേർത്തിട്ട് രാമസുന്ദരൻ എന്ന് പറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും പോകുമ്പോൾ അത് പറഞ്ഞ് വാങ്ങിച്ചോളാം. നല്ല സുന്ദരമായ കീർത്തനങ്ങൾ. ഒട്ടൂര് ഭക്ത ശിരോമണിയായിരുന്നു. കലിയുഗ പൂന്താനമാണ് ഒട്ടൂര് പാലക്കാട് ഒട്ടൂര്. കൊടുക്ക അദ്ദേഹം പള്ളിക്കാവൂർ അമ്മയുടെ മടിയിൽ കിടന്നാണ് സമാധിയായത്. അങ്ങനെയുള്ള ഒട്ടൂരിൻ്റെ ഒരു കവിത. അപ്പൊ ശ്യാമസുന്ദര എന്നൊക്കെ വിളിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളിനി എന്തെല്ലാം പറഞ്ഞാൽ ഞാൻ വസ്ത്രം ധരിക്കുക. അപ്പൊ ഗോപികമാര് പറഞ്ഞു, നന്ദഗോപരോട് പറഞ്ഞ നല്ല ചൂട്ട അടി നിനക്ക് മേടിച്ചു തരും കൃഷ്ണ എന്നാണ്. അതിലിപ്പോ നിങ്ങൾ കരക്കേറി വന്നിട്ട് പിന്നെ എൻ്റെ അച്ഛനെ ചെന്ന് കണ്ടു പറഞ്ഞാലല്ലേ അടി കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും തന്നെ പോവാണ്, നിങ്ങളെയൊക്കെ വിട്ടിട്ടെന്ന് പറയും. നിങ്ങളെല്ലാം വൃത്തി കിടന്ന് അത്രയില്ലാതെ കുളിക്കുക എന്ന് പറയും. ഗോപികമാരാകപ്പാടെ വലഞ്ഞു. തന്നെയല്ല, ശരീരം തണുപ്പിക്കാൻ വേണ്ടി യമുനാ നദിയിൽ ഇറങ്ങിയ ഗോപികമാരുടെ ശരീരം തണുത്തു. അതോ ജലാശയാത് സർവം ദാരിക ശീതവേപിതാഹ. ഗോപികമാര് തണുത്ത് ശരീരം കുറയ്ക്കാൻ തുടങ്ങി.
ശരീരം കോച്ചി വിറയ്ക്കാൻ തുടങ്ങി. ഇനിയും വെള്ളത്തിൽ കിടന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കൃഷ്ണനാണെ വസ്ത്രം തരുന്നുമില്ല. ഭഗവാൻ പറഞ്ഞ് വെറുവലു ഗോപികമാരെ ഞാൻ ഈശ്വരനാണെന്ന് വിചാരിച്ചോളാം. ഈശ്വരനാണെന്ന് വിചാരിക്കുമോ? ഈശ്വരനാണെന്ന് വിചാരിച്ചാൽ പിന്നെ മാനാഭിമാനോ ആവശ്യമില്ലല്ലോ. ഗോപികമാര് വിചാരിച്ചു നമ്മുടെ യശോദയുടെ ഉണ്ണിയല്ലേ എന്ന് വിചാരിച്ചു. ഇത്രയും നേരം ഭർത്താവായി വരണമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മുടെ ഉണ്ണിയല്ലേ എന്ന് വിചാരിച്ചപ്പോൾ അവരുടെ നാണത്തിന് ഇച്ചിരി കുറവുണ്ടായി. ഒരു തരത്തിൽ കയറി വരാതെ ഭഗവാൻ വസ്ത്രം കൊടുക്കുകയുമില്ല. അവസാനം ഗോപികമാർ എന്ത് ചെയ്തു? സർവ്വധാരിക ശീതവേദിത, തണുപ്പ് കൊണ്ട് സഹിക്ക വയ്യാതെ അവർ കരക്കേറി കൈകൾ കൊണ്ട് നാണം മറച്ച് ഗോപികമാര് കരക്കേറി വന്നു. ഒരു പ്രകാരത്തിൽ അങ്ങനെ ഗോപികമാര് കരക്കേറി വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഹതാവിഷ്യ ശുദ്ധഭാവ പ്രസാദിതാസ്കന്ധേതായവാസാംസി ഗീതം പ്രവാചകസ്മിതം. ഗോപികമാരെ, നിങ്ങൾ ഈ നഗ്നരായി വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചപ്പോ നിങ്ങളുടെ വ്രതത്തിന് ഭംഗം വന്നു. ജലദേവതമാരെ നിങ്ങൾ നിന്ദിച്ചു, ഈ വനദേവതമാരെ നിങ്ങൾ നിന്ദിച്ചു, അഷ്ടദിക്പാലകന്മാരെ നിന്ദിച്ചു. അങ്ങനെ അനവധി പാപങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഈ പ്രവൃത്തിയിലൂടെ. ഇപ്പോൾ സർവത്ര ദോഷം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുക. കാരണം നഗ്നരായി കുളിക്കാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം. നമ്മളിപ്പോൾ പുഴകളിലോ തടാകങ്ങളിലോ കുളത്തിലൊക്കെ കുളിക്കാമെങ്കിൽ നഗ്നരായി കുളിച്ചുകൂടാന്നാണ് ശാസ്ത്രം. ജീർണ വസ്ത്രം എടുത്ത് കുളിച്ചുകൂടാന്നൊക്കെ പ്രമാണം പറയും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നഗ്നരായി നിന്നതുകൊണ്ട് അനവധി ദോഷം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഒരുപാട് പാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ആ പാപത്തിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്ത സർവ്വ പാപത്തിനും പാപപരിഹാരാർത്ഥമായിട്ട് യൂയം വിവസ്ത്ര യഥവോ ധൃതവ്രത ഗ്രഹേതു ദേവഹേളനം, ദേവന്മാരെ അവഹേളിച്ചതുകൊണ്ട് നിങ്ങളതിന് പ്രായശ്ചിത്തമായിട്ട് ബദ്ധാഞ്ജലി മൂർധന്യ അനുവത്തയേവസനം പ്രഗൃഹ്യതാം. നിങ്ങൾ രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ധൃതി പിടിച്ച് 3 പ്രാവശ്യം ഒന്ന് പ്രദർശനം ചെയ്താൽ മതി, വസ്ത്രം തരാം. അപ്പോൾ ഒരു പ്രകാരത്തിൽ കൈകൾ കൊണ്ട് നാണം മറച്ച് കരക്കേറിയ ഗോപികമാരെന്ത് ചെയ്യും? ഇനിയും വെള്ളത്തിൽ ഇറങ്ങാനും മേല, ശീതവേപിതരായിട്ടിരിക്കുകയാണല്ലോ. ഇവർക്ക് നിവൃത്തിയില്ലാത്തവര് എന്ത് ചെയ്തു? തൽ പൂർത്തികാമ സശേഷ കർമ്മണ സാക്ഷാത്കൃതം അവര് 2 കൈകളും തലയ്ക്ക് മുകളിൽ തൊഴുത് പ്രദർശനം ചെയ്തപ്പോ ഭഗവാൻ അവർക്ക് വസ്ത്രം നൽകി. രാമനദാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുധാം ആസാംസിതാഭ്യം പ്രയച്ഛതം ഗുണസ്നേന ഉഷിതാ. ഭഗവാൻ അവർക്ക് വസ്ത്രമെല്ലാം നൽകിയെന്ന് മാത്രമല്ല, സാസാവിജ്ഞായ ഭഗവാൻ പാദസ്പർശ കാമ്യയ വ്രതപ്രധാനാം സങ്കല്പദാഗധാമോദരോവല. ആ ഗോപികമാർക്ക് വസ്ത്രമെല്ലാം നൽകി അവർക്ക് ദേവീ മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ആ ഭംഗം വന്ന ആ കാർത്യായനി വ്രതം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചു. ആ ഗോപികമാരെല്ലാം വ്രതം പൂർത്തീകരിച്ചിട്ട് സന്തോഷമായിട്ട് അമ്പാടിയിലേക്ക് പോയി എന്നാണ് ഈ കഥയിൽ പറയുക.